എല്ലാവർക്കും പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്കായിട്ടുള്ള എക്കണോമിക്സിലെ മൈക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് പറയാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും കിട്ടും. അപ്പം ഇനി തൊട്ട് അങ്ങോട്ട് ഇതുപോലെ ഓരോരോ വിഷയങ്ങളുടെ ഓരോരോ പാഠഭാഗങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒരു സീരീസ് ആയിട്ട് നമ്മൾ ഇടാം. അത് വെച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി വരുന്ന ക്രിസ്മസ് എക്സാമിനും അതേപോലെ തന്നെ മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും നല്ല മാർക്ക് നേടാൻ പറ്റും. മൈക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ആദ്യം നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കാണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി, ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ. ഈ ടോപ്പിക്കിൽ നിന്നും 3 മാർക്കിന് 4 മാർക്കിന് 1 വേർഡ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. രണ്ടാമത്തെ പഠിക്കേണ്ട ടോപ്പിക്കാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അഥവാ ഉൽപ്പാദന സാധ്യതാ വക്രം. ഇവിടെ നിന്ന് 3 മാർക്കിനും 5 മാർക്കിനുമാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. ഇവിടെ നിങ്ങൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ ഡെഫിനിഷനും അതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നും പഠിച്ചു വെക്കണം. മൂന്നാമതായി പഠിക്കേണ്ട ടോപ്പിക്കാണ് സോഷ്യലിസ്റ്റ് മാർക്കറ്റ് ആൻഡ് മിക്സ്ഡ് എക്കണോമി, അതായത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. 4 മാർക്കിനാണ് ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാറ്. പിന്നെ അടുത്ത പഠിക്കേണ്ട ടോപ്പിക്കാണ് പോസിറ്റീവ് ആൻഡ് നോർമറ്റീവ് എക്കണോമിക്സ്, അതായത് വാസ്തവിക സാമ്പത്തിക ശാസ്ത്രവും പ്രമാണിക സാമ്പത്തിക ശാസ്ത്രവും. ഇതധികം ആൾക്കാരും പഠിക്കാതെ പോകുന്ന ഭാഗമാണ്, പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മൈക്രോ ആൻഡ് മാക്രോ, ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം. 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ലോങ് വീഡിയോസ് ഇടുന്നതിൽ നല്ലത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പറഞ്ഞു തന്നാൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആവും എന്ന് കരുതിയിട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. ഇനി ഇതുപോലെ കുറേ ലോങ് വീഡിയോസ് ഓരോ ചാപ്റ്റേഴ്സിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് വെച്ച് വരുന്നുണ്ട്.